സംഗീത സമർപ്പണത്തോടു കൂടിയാണ് ഔപചാരിക സമ്മേളനം തുടങ്ങുന്നത്. ഇതൊരു മ്യൂസിക്കൽ ട്രിബ്യൂട്ടാണ്. പ്രവാസി ഗാനം രചിച്ച് ചിട്ടപ്പെടുത്തി ആലപിക്കുന്നത് ശ്രീ മുരുകൻ കാട്ടാക്കട, പ്രശസ്ത കവി. ഇതിന് ആവിഷ്കാരം നൽകിയിരിക്കുന്നത് ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ. ശ്രീ മുരുകൻ കാട്ടാക്കട. MLA ശ്രീ സുരേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ വാസുകി IAS, ശ്രീ കെ സുരേന്ദ്രൻ, പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ, ശ്രീ ഷാജി എൻ കരുൺ, ശ്രീ ടി കെ രാജീവ് കുമാർ, ഡോക്ടർ MI സഹദുള്ള, ശ്രീ EM നജീബ്, ശ്രീ G രാജ്മോഹൻ, ആർട്ടിസ്റ്റ് മദനൻ, ശ്രീ JK മേനോൻ ആൻഡ് ശ്രീ അജിത് കൊലാശ്ശേരി. സമസ്ത മേഖലകളിലും മികവ് തെളിയിച്ചിട്ടുള്ള കേരളത്തിൻ്റെ പേരും പെരുമയും വിശ്വചക്രവാളത്തോളം എത്തിച്ച മഹത് വ്യക്തികളിൽ മുൻപന്തിയിലെത്തിയിരിക്കുകയാണ് പത്മശ്രീ ഡോക്ടർ രവി പിള്ള. ആഗോള വ്യാവസായിക ഭൂപടത്തിൽ കേരളത്തിൻ്റെ ചിത്രം ഒരിക്കൽ കൂടി പ്രഭാപൂരിതമാക്കിയിരിക്കുകയാണ് അദ്ദേഹം. ഒരു വിദേശ രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി കൈവരിച്ചിരിക്കുന്നതിലൂടെ ആധുനിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം തേടിയെത്തുന്ന ആദ്യത്തെ വിദേശ വ്യവസായി എന്ന ബഹുമതിയും അദ്ദേഹത്തിന് സ്വന്തം. എന്തുകൊണ്ടും നമുക്ക് ഓരോരുത്തർക്കും, ഓരോ മലയാളിക്കും അങ്ങേയറ്റം അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു അതുല്യ നേട്ടം തന്നെയാണിത്. ഈ വിജയപ്രഭാവത്തിൽ സന്തോഷിച്ചും അഭിമാനിച്ചും ഇന്ന് സ്നേഹാദരവൊരുക്കുകയാണ് ഡോക്ടർ രവി പിള്ളയ്ക്ക് ഇന്നിവിടെ രവിപ്രഭ സ്നേഹസംഗമത്തിലൂടെ. ഇത് അദ്ദേഹത്തിനുള്ള സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹ സമർപ്പണമാണ്. ഔപചാരിക സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ദേശീയ ഗാനത്തോടുകൂടി സമ്മേളന നടപടിക്രമങ്ങൾ തുടങ്ങുന്നു. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സർ, പ്രിയപ്പെട്ട ഡോക്ടർ രവി പിള്ള സർ, വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ഞാൻ നേരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയപ്പെടേണ്ടതുപോലെ ഇവിടെ ആൾക്കാർ സംസാരിച്ചു. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു ഈ സമ്പന്നരെ പറ്റി ഒരു ചൊല്ലുണ്ടത് ഇംഗ്ലീഷിലാണ്. ദ ഗോൾ ഈസ് നോട്ട് ടു ഗെറ്റ് റിച്ച്, ദ ഗോൾ ഈസ് ടു ലിവ് റിച്ച് എന്നാണ്. അതായത് സമ്പന്നരാവുക എന്നത് ഭൂരിപക്ഷത്തിൻ്റെയും സ്വപ്നമാണെങ്കിലും സമ്പത്ത് സാർത്ഥകമാകുന്നത് അത് ഉണ്ടാക്കുന്നതിലല്ല, അത് ഉപയോഗിക്കുന്നതിലൂടെയാണ് എന്നർത്ഥം വരുന്നതാണ് ഈ ചൊല്ല്. ഒരു പിള്ളച്ചൊല്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ചൊല്ലാണ് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത്. ഒരാൾ കോടീശ്വരനോ ശതകോടീശ്വരനാകുന്നത് ആഡംബരം കൊണ്ടല്ല, മറിച്ച് അർഹിക്കുന്നവർക്കും അശരണർക്കും നേടിയ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം തിരികെ നൽകുന്നതിലൂടെയാണ്. തൻ്റെ സ്വത്ത് ഉപയോഗിച്ച് അനേകർക്ക് ജീവിത അവസരം ഉണ്ടാക്കുന്നതിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവ്വമതങ്ങളുടെയും തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അനുശാസിക്കുന്നു എന്ന് തന്നെയാണ്. അത് അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നു. അതിൻ്റെ അതിൻ്റെ ഒരു നന്മയും ഐശ്വര്യവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ വ്യവസായ സാമ്രാജ്യം അനുദിനം വികസിപ്പിക്കുമ്പോൾ ഈ പിള്ളച്ചേട്ടൻ ചെയ്യുന്നതാണ്. അതറിയണമെങ്കിൽ പ്രവാസി മലയാളികളോട് അന്വേഷിക്കണം. ഇവിടെ എല്ലാവരും പറഞ്ഞ അതാണ്. അദ്ദേഹം ഒരുപാട് പേർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ്. താൻ ജീവിക്കുന്ന സമൂഹത്തോടും സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നതിനപ്പുറം വലിയ സാമൂഹിക പ്രതിബദ്ധത ഇല്ലെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് എനിക്ക് രവി പിള്ളച്ചേട്ടൻ.
ഏതാണ്ട് നൂറ്റാണ്ട് മുമ്പ് തന്നെ ഈ ഊർജ മേഖലയുടെ പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ ഒരു സ്ഥാപനത്തെ ഇത്രത്തോളം ബൃഹത്തായി വളർത്തിയെടുക്കാൻ സാധിച്ച രവിപിള്ള ചേട്ടൻ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് നാളിതുവരെ ഒരു ദിവസം പോലും അവധിയെടുത്തിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞതും കേട്ടതും അത്ഭുതപ്പെട്ടു. ഞാൻ പലരോടും പറഞ്ഞു അദ്ദേഹം ഇതുവരെ അങ്ങനെ ലീവൊന്നും എടുക്കാറില്ല. വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അറിയാവുന്ന ഒരാളാണ്. രവിപിള്ള ചേട്ടൻ്റെ മനസ്സിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും പല കാര്യങ്ങളിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ച് അഭിപ്രായം ചോദിക്കാനും ഉപദേശം ആരായാനും സ്വാതന്ത്ര്യം തന്നൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് പേർക്ക് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉന്നത പുരസ്കാരമായ ദ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് ലഭിച്ച അദ്ദേഹത്തെ ആദരിക്കാൻ മുൻകൈയെടുത്ത സംസ്ഥാന സർക്കാരിന് ഞാൻ നന്ദി പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ ശ്രീധരൻപിള്ള സാറൊക്കെ പറഞ്ഞതുപോലെ പുരസ്കാരങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നത് അവ അർഹിക്കുന്ന കരങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ്. നാളെയുടെ ചെറുപ്പക്കാർക്ക് ഈ ജീവിതം മാതൃകയാക്കാനുള്ള സന്ദേശമായിട്ട് അദ്ദേഹത്തിന് നൽകുന്ന ഈ അംഗീകാരവും സ്വീകരണവും മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രവിപിള്ള ചേട്ടൻ എല്ലാവിധ ഭാവുകങ്ങളുമായി ഒരു ആരോഗ്യ സൗഖ്യവും നേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വളരെ നന്ദി ശ്രീ മോഹൻലാൽ. ഡോക്ടർ രവിപിള്ളയ്ക്കുള്ള സ്നേഹോപഹാരം സമർപ്പിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഒപ്പം ഉത്തരീയം ചാർത്താനും. ജയ ജയ മഹിതേ വിജയ, ജയ ജയ മഹിതേ വിജയ, ജയ ജയ മഹിതേ. ഇതോടൊപ്പം ആർട്ടിസ്റ്റ് മദനൻ വരച്ച ഡോക്ടർ രവിപിള്ളയുടെ പോർട്രേറ്റും അദ്ദേഹം കൈമാറുന്നു. മദനന്റെ സാന്നിധ്യത്തിൽ ആർട്ടിസ്റ്റ് മദനനെ ക്ഷണിക്കുന്നു. സൂര്യ തേജസ്സായി, സൂര്യ തേജസ്സായി, ലോകൈക പുണ്യമായി ഇനി സ്നേഹോപഹാരം ശ്രീ രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു ഡോക്ടർ രവിപിള്ള. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കഥകളി ശില്പവും ഒപ്പം ഉത്തരീയം. പൂവാങ്കുരുന്നാകും ജീവിത പാണ്ഡവിൽ, പൂവാങ്കുരുന്നാകും ജീവിത പാണ്ഡവിൽ, പെട്ടുഴലു നോക്കും ശരണമായി. നന്ദി. ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ ആശംസകൾ നേരുന്ന വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം ക്ഷണിക്കട്ടെ ശ്രീ വി മുരളീധരനെ.